തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിലെത്തിയപ്പോൾ സഹായിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ആളെന്ന് എൻഐഎ കണ്ടെത്തൽ. നിലവിൽ എൻഐഎയുടെ കസ്റ്റഡിയിലുള്ള ഇയാൾക്കൊപ്പം തഹാവൂർ റാണയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കും. എൻഐഎ ആസ്ഥാനത്ത് തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും സഹായിച്ച ആൾ കൊച്ചിയിൽ നിന്നാണ് എന്നാണ് എൻഐഎ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നുള്ള എൻഐഎ ഉദ്യോഗസ്ഥർ കൂടി ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട്. സംഘത്തിൽ കൊച്ചി എൻഐഎ യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥരാണുള്ളത്. തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ എത്തിയത് എന്ന് റാണ നേരത്തെ പറഞ്ഞുവെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ എൻഐഎ കസ്റ്റഡിയിലെടുത്തത്. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്നാണ് ഇയാളുടെ മൊഴി. മുംബൈ ഭീകരാക്രമണത്തിന് പ്ലോട്ട് ഒരുക്കിയത് ദുബായിലാണെന്നാണ് സൂചന. ISI ഏജന്റുമായി തഹാവൂർ റാണ ആദ്യ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചാണെന്നാണ് എൻഐഎയുടെ കണ്ടെത്തൽ. ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. ISI ബന്ധമുള്ളയാൾ ഇരുവരുടെയും ബാല്യകാല സുഹൃത്തെന്നാണ് സൂചന. പക്ഷേ അമേരിക്ക കൈമാറിയ വിവരത്തിൽ ഇയാളുടെ പേരില്ല. വിശദാംശങ്ങൾ അറിയാൻ എൻഐഎ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. റാണയെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ സഹായം നൽകിയ ആളുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് എൻഐഎയുടെ നീക്കം. മുംബൈ സ്ഫോടനം നടന്നതിന് 10 ദിവസം മുമ്പ് റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചത് എന്തിന് എന്നാണ് എൻഐഎ പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ പശ്ചിമബംഗാളിൽ അതീവ ജാഗ്രത തുടരുന്നു. സംഘർഷബാധിത മേഖലയായ മുർഷിദാബാദിൽ നിന്ന് നൂറുകണക്കിന് പേർ സമീപ ജില്ലയായ മാൽദയിൽ അഭയം തേടി. വിഷയത്തിൽ ബിജെപിയും തൃണമൂലും തമ്മിൽ രാഷ്ട്രീയ പോരുമുറുകുകയാണ്. സംഘർഷബാധിത മേഖലകളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ ഏർപ്പെടുത്തണമെന്നാണ് ബിജെപിയുടെ ആവശ്യം. വഖഫ് പ്രതിഷേധത്തിനിടെ